ഇനി വാർത്തകളിലേക്കാണ്. ഇടുക്കി ജില്ലയിൽ നിന്ന് കോൺഗ്രസിന് മന്ത്രിസ്ഥാനം വേണമെന്ന് DCC പ്രസിഡന്റ് CP മാത്യു. അപ്പു ജോസഫിന് കൂടി മന്ത്രിസ്ഥാനം ലഭിക്കാനുള്ള നീക്കങ്ങൾ കേരള കോൺഗ്രസ് നടത്തുന്നതിനിടയിലാണ് ജില്ലയിലെ കോൺഗ്രസ് പുതിയ ആവശ്യവുമായി രംഗത്ത് വരുന്നത്. ജില്ലയിൽ നിന്ന് ഒന്നിലധികം മന്ത്രിമാർ ഉണ്ടാകാനുള്ള സാധ്യതയില്ലാത്തതിനാൽ ആർക്ക് മന്ത്രിസ്ഥാനം ലഭിക്കുമെന്നതാണ് രാഷ്ട്രീയ കൗതുകം. 2001 ഇടുക്കിയിൽ അവസാനമായി കോൺഗ്രസ് MLA-മാർ ഉണ്ടായത്. വീണ്ടും ഒരു തരംഗം വേണ്ടി വന്നു ഇടുക്കിയിൽ കൈപ്പത്തിക്ക് MLA-മാരെ സൃഷ്ടിക്കാൻ. പാർട്ടി ചിഹ്നത്തിൽ വിജയിച്ച 4 MLA-മാരുള്ള ബലത്തിലാണ് DCC പ്രസിഡന്റിന്റെ മന്ത്രിസ്ഥാനത്തിനായുള്ള അവകാശവാദം. 4 MLA-മാരെ കിട്ടിയ സ്ഥിതിക്ക് ഒരു മന്ത്രിയെ തരണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം 1972 ജില്ല രൂപീകരിച്ചതിന് ശേഷം ഇന്നുവരെ കോൺഗ്രസിന് ഒരു മന്ത്രിയെ ലഭിക്കാത്ത ജില്ലയാണ് ഇടുക്കി ജില്ല. ഇടുക്കിയിൽ കോൺഗ്രസിന് മന്ത്രിയുണ്ടായാൽ KPCC വൈസ് പ്രസിഡന്റ് റോയ് കെ പൗലോസിനാകും അവസരം. എന്നാൽ കൃഷി വകുപ്പ് വേണമെന്ന് കടത്തിപ്പറഞ്ഞ് അപ്പു ജോസഫ് മന്ത്രിയാകാൻ ഒരുങ്ങിക്കഴിഞ്ഞു. കാർഷിക മേഖലയെക്കുറിച്ച് ധാരണയുള്ള കേരള കോൺഗ്രസ് പാർട്ടി ആ വകുപ്പ് ഏറ്റെടുക്കണമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ജില്ലയിൽ നിന്ന് ഒരു മന്ത്രിയിൽ കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയില്ല. നെറുക്കു വീഴുക കോൺഗ്രസിനോ കേരള കോൺഗ്രസിനോ എന്നതാണ് ചോദ്യം. ജില്ലയിൽ മന്ത്രിസ്ഥാനത്തിനായി ഘടകകക്ഷികൾ തമ്മിൽ വടംവലി ഉണ്ടാകുമോ എന്നതാണ് രാഷ്ട്രീയ കൗതുകം. മീഡിയ 1 ഇടുക്കി. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും. ആ രാഷ്ട്രീയ കൗതുകത്തിനുള്ള ഉത്തരം ആഷിഖിന്റെ കയ്യിലുണ്ടോ എന്ന് നോക്കാം. ആഷിഖ്, അങ്ങനെയാണെങ്കിൽ ഒരു മന്ത്രിസ്ഥാനം ഇടുക്കിക്ക് നൽകുമ്പോൾ അത് കോൺഗ്രസ് ആണോ കേരള കോൺഗ്രസ് ആണോ എന്ന ചോദ്യം അപ്പു ജോസഫ് അടക്കം ആളുകളൊക്കെ ആവശ്യം ഉന്നയിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഒരു വലിയ രാഷ്ട്രീയ കൗതുകം കൂടിയാണ്. തീർച്ചയായും രണ്ട് പാർട്ടികളും ഇടുക്കി ജില്ലയിലെ മന്ത്രിയെ സംബന്ധിച്ച് ഉയർത്തുന്നത് ന്യായമായ അവകാശവാദമാണ് എന്ന് പറയേണ്ടി വരും ജിൽസി. കാരണം കോൺഗ്രസിന് ഇത്തവണ ഇടുക്കി ജില്ലയിൽ ഉണ്ടായിട്ട് വമ്പൻ വിജയമാണ്. 4 MLA-മാരെ ചിഹ്നത്തിൽ വിജയിപ്പിച്ചെടുക്കാനായി കോൺഗ്രസിന് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു പ്രത്യേക ക്ലെയിം ഉണ്ട്. 1976 ജില്ല രൂപീകരിച്ച് ഇങ്ങോട്ടെടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും അവസാനം കേരള കോൺഗ്രസിന് MLA ഉണ്ടായത് 2001 തെരഞ്ഞെടുപ്പിലാണ്. അതും ഇതിന് സമാനമായ ഒരു UDF തരംഗം ഉണ്ടായ തെരഞ്ഞെടുപ്പാണ്. അന്ന് PT ജോസഫും AK മണിയും MLA-മാരായി. പക്ഷെ അവരാരും തന്നെയും മന്ത്രിമാരായില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകമാണ്. 76 ജില്ല രൂപീകരിച്ച് ഇങ്ങോട്ട് വന്ന ഒരു ഘട്ടത്തിൽ പോലും കോൺഗ്രസ് MLA-മാർക്ക് മന്ത്രിയാവാൻ കഴിഞ്ഞില്ല. അതിന് പ്രധാനപ്പെട്ട കാര്യം PJ ജോസഫിന്റെ സാന്നിധ്യമാണ്. PJ ജോസഫ് ഒരു ഘടകകക്ഷി നേതാവ് എന്ന നിലയിൽ എല്ലാ ഘട്ടത്തിലും ജില്ലയിൽ നിന്നുള്ള മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. UDF അധികാരത്തിൽ വന്നപ്പോഴും LDF അധികാരത്തിൽ വന്നപ്പോഴും ഒക്കെയും PJ ജോസഫ് മന്ത്രിയായി എത്തി എന്നുള്ളതാണ് കോൺഗ്രസുകാർക്ക് ഇടുക്കി ജില്ലയിൽ പ്രാതിനിധ്യം കിട്ടാതെ പോയത്, മന്ത്രിസഭയിൽ പ്രാതിനിധ്യം കിട്ടാതെ പോയത്. ഈ വിഷയമാണ് ഇത്തവണ DCC പ്രസിഡന്റ് ഉയർത്തുന്നത്. ഇത്തവണ ഉണ്ടായിരിക്കുന്ന വമ്പൻ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ തങ്ങൾക്കൊരു മന്ത്രിസ്ഥാനം, ഒരു കോൺഗ്രസ് മന്ത്രി ഇടുക്കി ജില്ലയിൽ നിന്ന് വേണമെന്ന ആവശ്യം KPCC ഔദ്യോഗികമായി തന്നെ അറിയിച്ചു എന്നുള്ളതാണ് DCC പ്രസിഡന്റ് പറയുന്നത്. പക്ഷേ ആ ആവശ്യം എത്രത്തോളം അംഗീകരിക്കപ്പെടുമെന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. നമുക്കറിയാം കേരള കോൺഗ്രസ് വമ്പൻ വിജയമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മത്സരിച്ച 8 ഇടങ്ങളിൽ 7 ഇടത്തും വിജയിച്ചു. അതിന്റെ പശ്ചാത്തലത്തിൽ 2 മന്ത്രിസ്ഥാനം ആവശ്യപ്പെടുന്നുണ്ട്. അത് അങ്ങനെയാണെങ്കിൽ മോൻസ് ജോസഫിനും അപ്പു ജോസഫിനുമായിരിക്കും ഈ മന്ത്രിസ്ഥാനങ്ങൾ ലഭിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അപ്പു ജോസഫിന് മന്ത്രിസ്ഥാനം ലഭിച്ചാൽ പിന്നെ ഇടുക്കി ജില്ലയിൽ നിന്ന് മറ്റൊരു മന്ത്രി ഉണ്ടാവുക അസാധ്യം. 5 MLA-മാരുള്ള ജില്ലയിൽ നിന്ന് ഒരു മന്ത്രി കൂടുതൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുകയില്ലല്ലോ സ്വാഭാവികമായും. അങ്ങനെയാണെങ്കിൽ അപ്പു ജോസഫ് മന്ത്രിയാകുമോ, അങ്ങനെയല്ല കോൺഗ്രസിൽ നിന്നുള്ള പ്രതിനിധിയായി റോയ് കെ പൗലോസ് മന്ത്രിയാകുമോ എന്നുള്ളതാണ് ഇടുക്കി ജില്ലയിൽ നിന്ന് ഈ ഘട്ടത്തിൽ ഉയരുന്ന ചോദ്യം. കേരള കോൺഗ്രസിന്റെ മന്ത്രിസ്ഥാനം 2 മന്ത്രിസ്ഥാനം എന്ന ആവശ്യം അംഗീകരിച്ചാൽ റോയ് കെ പൗലോസിന് സ്വാഭാവികമായി മന്ത്രിസ്ഥാനം ലഭിക്കുകയില്ല. അതേസമയം റോയ് കെ പൗലോസ് അങ്ങനെ ഒരു പ്രതീക്ഷ വ്യക്തിപരമായി വെച്ച് പുലർത്തുന്നുമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ DCC പ്രസിഡന്റ് ഇതിലൊരു ശക്തമായ നിലപാട് തന്നെ എടുക്കുന്നു. ജില്ല രൂപീകരിച്ച് ഇത്ര കാലമായിട്ടും കോൺഗ്രസിന് ഒരു മന്ത്രി പോലും ഇടുക്കി ജില്ലയിൽ നിന്നുണ്ടായിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകമാണ്. അത് എടുത്തു കാണിക്കുന്നത് വയനാട്, പത്തനംതിട്ട പോലുള്ള ചെറു ജില്ലകളിൽ നിന്ന് പോലും കോൺഗ്രസിന് മന്ത്രിമാരുണ്ടായി. എന്തുകൊണ്ട് ഇടുക്കിയിൽ നിന്നുണ്ടായില്ല എന്നുള്ള പ്രശ്നമാണ് DCC പ്രസിഡന്റ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് ഇത്തവണത്തെ ഈ വലിയ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ അതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവച്ച ഇടുക്കി ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്കുള്ള അംഗീകാരം എന്ന നിലയിൽ ഇടുക്കിയിൽ നിന്ന് ഒരു കോൺഗ്രസ് മന്ത്രി വേണമെന്ന ആവശ്യം DCC പ്രസിഡന്റ് പങ്കുവയ്ക്കുന്നു. അതിന് തടസ്സമായി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റൊരു വിഷയം കേരള കോൺഗ്രസിന്റെ 2ാം മന്ത്രിസ്ഥാനം എന്ന ആവശ്യമാണ്. അപ്പു ജോസഫ് മന്ത്രിയായാൽ ജില്ലയിൽ നിന്ന് കോൺഗ്രസിന് മന്ത്രി ഉണ്ടാകാനുള്ള സാധ്യത. അപ്പു ജോസഫ് ഇന്നലെ രസകരമായ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. തനിക്ക് വ്യക്തിപരമായ താല്പര്യം കൃഷി വകുപ്പാണ് എന്നുള്ള കാര്യവും എടുത്തു പറയുന്നുണ്ട്. കൃഷി വകുപ്പിൽ കേരളത്തിന്റെ കാർഷിക മേഖലയിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും ഇന്നലെ അപ്പു ജോസഫ് വിശദമായി തന്നെയും സംസാരിച്ചു. നമുക്കറിയാം PJ ജോസഫും കുടുംബവും ഒക്കെ തന്നെ കാർഷിക മേഖലയിൽ വിശാലമായി ഇടപെടുന്ന ആളുകളാണ്. അപ്പു ജോസഫും ഒരു കർഷകനാണ് വ്യക്തിപരമായി എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ കാർഷിക മേഖലയിൽ ഇടപെടാൻ കഴിയുന്ന പല ആശയങ്ങളും അദ്ദേഹത്തിനുണ്ട് എന്നും കാർഷിക വകുപ്പ് താല്പര്യമുള്ളതാണ് എന്നും അപ്പു ജോസഫ് ഇന്നലെ പങ്കുവെക്കുകയും ചെയ്തു. അങ്ങനെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തകൃതിയായി നടക്കുന്നു. ഇടുക്കിയിൽ ആര് മന്ത്രിയാകുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. ജിൽസി. ശരി, മുഹമ്മദ് ആഷിഖാണ് വിവരങ്ങൾ നൽകിയത്.